എന്തിനാ സാലിഷതൊക്കെ എന്തൊക്കെയാണെങ്കിലും ലോക മുസ്ലിമിൽ അംഗീകരിക്കുന്ന ഒരു ആലിമാണല്ലോ. പോരായ്മ ഉണ്ടാവാം ഒരു പക്ഷേ, ഇല്ല നമ്മൾ പറയണില്ല. പക്ഷെ ലോക മുസ്ലിമിൽ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഇങ്ങനെ ആലു ഷെയ്ഖ് മുസ്ലിയാർ എന്നൊക്കെ പറയുമ്പോ അത് അനസ് മുസ്ലിയാർ നിലവാരത്തേക്ക് താന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ താകാൻ പാടില്ല. മൂപ്പരിനെ കുറിച്ച് പറഞ്ഞു മുറി മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു ശൈലം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ആലു ഷെയ്ഖ് പറഞ്ഞത് എന്താ, ഇനി വേണ്ട നിങ്ങൾ ഞാൻ തോട് നിറയുക പറഞ്ഞിട്ട് ഇബ്നു ബാസ് ഞാൻ കാണിച്ചുതരാം, അപ്പൊ അത് വരേണ്ടി വരും. ഫൗസാന് കാണിച്ചുതരാം, അതും വരേണ്ടി വരും. അവസാനം സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയുടെയും ഞാൻ കാണിച്ചുതരാം, വസീല ആയതുണ്ട്, ശിർക്ക് ആയതുണ്ട്, അപ്പൊ അതും വരേണ്ടി വരും. ഇഹാത്തുൽ ഹസൻ കാണിച്ചുതരാം, അപ്പൊ അതും വരേണ്ടി വരും. അവസാനം ഞാനും എന്റെ കെട്ടിയോനും ഒരു തട്ടാനും എന്ന് പറഞ്ഞ അവിടേക്ക് അഭിനത്ത അതിന് KJ എന്ന് പറയാ നമ്മൾ പറഞ്ഞത്. അവിടെ KJക്ക് മടങ്ങിയേരി, KNMക്ക് മടങ്ങിയേരി, എവിടെയും പോയിട്ടില്ല. നമ്മളൊക്കെ KJ തന്നെയാണ്, KNM തന്നെയാണ്. ദേശം ആളുകൾ ചില കോക്കസ് ടീം ഞങ്ങളൊക്കെ പടം പുറത്താക്കിയിട്ട് അവർക്ക് സ്വന്താക്കണം വിചാരിച്ചെങ്കിൽ അത് നടക്കൂലെന്നാണ് പറഞ്ഞത്. അല്ല, മാതൃസംഘടനയ്ക്ക് വേണ്ടിയല്ല, മാതൃസംഘടനയാണുള്ളത്, KNMിലുള്ളത്, KJയിലുള്ളത്. എന്റെ CD സാധിച്ച് കേട്ടിട്ട് മനസ്സിലായി. ആ CD തന്നെ ഉണ്ടല്ലോ, പുറത്താക്കിയാലും പോകൂലെന്ന് പറഞ്ഞത്. ആ പോയിട്ടില്ല, പോകുന്ന പ്രശ്നമില്ല. മറിച്ച് 5-6 ആള് കൂടിയിട്ട് ഇവരെ കണ്ട് സൈഡാക്കുക, എന്നാ ഈ സാധനം നമുക്ക് കിട്ടി എന്ന് വിചാരിച്ചെങ്കിൽ അത് നടക്കൂലെന്നാ പറഞ്ഞത്. അപ്പൊ KJയും KNMും കൂട്ടിപ്പിടിക്കണ്ട. മറിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഫത്വ ഞാൻ കൊണ്ടുവന്നതല്ല. ആലു ഷെയ്ഖിന്റെ പേര് ഞാൻ ഇതുവരെ ഇവിടെ ഉദ്ധരിച്ചിട്ടേ ഇല്ല, നിങ്ങൾ ആ പേര് പറയുന്നതിന് മുമ്പ്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പോ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ എന്തെന്നാ പറയാ, പാവം ഫൈസൽ മുസ്ലിയാർ വന്ന് കുടുക്കി നിറഞ്ഞ പോലെ അല്ലേ. നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഫൈസൽ മുസ്ലിയാർ പിന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്, മുസ്ലിമായ ജിന്നിനോട് ചോദിക്കുന്ന ഒരു കാര്യം ശിർക്കായില്ലെങ്കിൽ അത് കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാവൂലെന്നാണ്. എനിക്ക് കിട്ടിയ ഈ ആലു ഷെയ്ഖിന്റെ, പിന്നെ എനിക്കത് കിട്ടി, അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് കിട്ടിയ ആലു ഷെയ്ഖിനെ ഞാൻ അപ്പൊ തന്നെ ഇരുന്ന് ആലോചിച്ച് ഇതെന്താണ് സംഗതി, ഇതിലെന്താണ് പ്രമാണമില്ല എന്ന പിന്നെ ലോജിക്കുണ്ടാ, ലോജിക്കില്ല. ഇതെങ്ങനെ വേർതിരിക്കണ്, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വേർതിരിക്കണ്? ജിന്നിനോട് സ്ഥാനത്ത് കാഫറായി കഴിഞ്ഞാൽ ശിർക്കും, മുസ്ലിമായി കഴിഞ്ഞാൽ വസീലത്ത് ശിർക്കും, ഇത് ഏത് ആയത്തോണ്ടാ തിരിക്കണത് എന്ന് ഞാൻ കുറെ ആലോചിച്ചിരുന്നു. അത് ആ കാര്യങ്ങളെടുത്ത് പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ചാണ്. പിന്നെ ആലു ഷെയ്ഖ് മുസ്ലിയാർ എന്ന് പറഞ്ഞത് ഫൈസൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ മോശ, ഫൈസൽ മുസ്ലിയാർ എന്നല്ല നിങ്ങളുടെ പേര്, അപ്പൊ മുസ്ലിയാർ എന്നുള്ള എത്ര മോശമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മുസ്ലിയാർ എന്നുള്ളത് മൗലവി എന്നതിന്റെ ഒരു വേറൊരു സ്നേഹത്തിനെ കൂട്ടിയാൽ മതി മുസ്ലിയാർ എന്നുള്ളത്. ഇനിയിപ്പോ ആലു ഷെയ്ഖിന്റെ വാക്കിലായാലും സഹോദരങ്ങളെ തള്ളേണ്ടതും കൊള്ളേണ്ടതുല്ലേ ഇല്ലേ? ആലു ഷെയ്ഖ് പറഞ്ഞത് വിഴുങ്ങണ്ട, തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം. അത് ആലു ഷെയ്ഖ് ആയാലും ഇബ്നു ബാസ് ആയാലും ആരായാലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ ഹദീസിനനുസരിച്ച് പറഞ്ഞാൽ അത് സ്വീകരിക്കാം. ഖുർആൻ ഹദീസ് പിന്നെ തെളിവ് കാണിക്കാനില്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ആലു ഷെയ്ഖ് പറഞ്ഞു ജിന്നിനോട് ഇസ്തിയാനത്ത് ശിർക്കാണ്, ആയതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്. സർ, ശിർക്കായത് ഏതാണ്? കാഫിറിനോടുള്ളത്. ശിർക്കല്ലാത്ത ഏതാണ് സർ? മുസ്ലിമിനോടുള്ളത്. ഒരൊറ്റ കാര്യത്തിലോ അതെ ഒറ്റ കാര്യത്തിൽ മുസ്ലിമിനോട് തേടിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അതിന് ആയത്ത് വെക്കണ്ടേ, ഹദീസ് വെക്കണ്ടേ? അപ്പൊ ആയത്ത് ഹദീസും കണ്ടാൽ നമുക്ക് സ്വീകരിക്കാം. ആലു ഷെയ്ഖ് പറഞ്ഞു ശരിയാണ്. അപ്പൊ പിന്നെ ലോജിക്കില്ല. കാരണം എന്താ, ആയത്ത് ഹദീസ് വിശദീകരിച്ച പിന്നെ നമ്മൾ ലോജിക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് ആയത്ത് ഹദീസ് മതി. ആയത്ത് ഹദീസില്ലേ അറ്റ്ലീസ്റ്റ് ലോജിക്കെങ്കിലും ഒന്ന് കേൾക്കാൻ രസം വേണ്ടേ, അത് വേണം. ഫൈസൽ മുസ്ലിയാരതോ, ഫൈസൽ മുസ്ലിയാരുടെ വാദം എന്താ? ഫൈസൽ മുസ്ലിയാരുടെ വാദം പിന്നെ ജിന്നിനോട്, മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ, മുസ്ലിം ജിന്നിനോട് ചോദിച്ചത് ശിർക്കാവാത്തത് കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാവൂല. അപ്പോ ഒരാള് മുസ്ലിം ജിന്നിനോട് ചോദിക്കാണ്, മുസ്ലിം ജിന്നെ എന്നെ പുഴയിൽ നിന്ന് രക്ഷിക്കണേ, പുഴയിൽ മുങ്ങിത്താഴുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, പിന്നെ അതേപോലെ ഇബ്ലീസെ എന്ന് വിളിച്ചു. അതും ശിർക്കല്ല ഫൈസൽ മുസ്ലിയാരുടെ വാദം അനുസരിച്ച്. കാഫറായ ജിന്നെ, പിശാച്, ശിർക്കല്ല മൂപ്പരവാദം അനുസരിച്ച് അല്ലെ? അങ്ങനല്ല വരിക. ആലു ഷെയ്ഖിന്റെ വാദം അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യും, പിശാചിനോടുള്ള സ്ഥാനത്ത് മുഴുവൻ ശിർക്കായി കിട്ടും. പക്ഷെ അതാണെങ്കിലോ വൈരുദ്ധ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടാളിൽ ആരാണ് ശരി? ഇത് വൈരുദ്ധ്യല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് തിരുത്ത, ഒന്നിനും ഫൈസൽ മുസ്ലിയാർ തിരുത്ത, അല്ലെങ്കിൽ ആലു ഷെയ്ഖ് തിരുത്ത. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഈ തുണ്ടുള്ള കാരണം എനിക്ക് കിട്ടിയിട്ടില്ല, ശരിയാണ്, ഈ തുണ്ടുള്ളോ അത് കാരണം ഇതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് ആണോ തന്നത് എങ്കിൽ എന്റെ ഉത്തരവാദിത്തമല്ല. മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് അല്ലേ തോലിബേള ചില തോലിബുൽ ഇൽമ അയച്ചതാ, ഞാൻ ഉണ്ടാക്കിയല്ലേ ഈ സാധനം. അതാ പറഞ്ഞ ആ തോലിബുൽ ഇൽമ തന്നതാ. ഞാൻ വിചാരിച്ചു ശരിയായിക്കോ അവര് കോട്ടിമാട്ടെന്ന് എനിക്കറിയോ. അപ്പൊ അവര് കോട്ടിമാട്ടോ
അവര് കോട്ടി മാറ്റിയോ? അപ്പൊ എന്തായി? അപ്പൊ നിങ്ങളെ മദീനത്തുള്ള പിന്നെ ഏതാ KNM തെറ്റിപ്പോയത്, മറ്റേ ഞാൻ പറയില്ല, KNM തെറ്റിപ്പോയത്. അവരെന്താ അവര് കോട്ടി മാറ്റി. അപ്പൊ നിങ്ങൾ കോട്ടി മാറ്റണവരും നിങ്ങൾ തന്നെ കോട്ടി മാറ്റണവര്, നിങ്ങൾ തന്നെ ആലു ശേഖന്റെ മുറിച്ചോര്. അപ്പുറം ഉണ്ടെങ്കിൽ എന്നാ അത് പറയും. അല്ല നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നാ അത് പറയും. അല്ല മദീനത്തെ കുട്ടികൾ ഈ തുണ്ടം വെട്ടിയത് ഇത് ശരിയല്ലേ എന്നാ അത് പറയും. എന്തപ്പോ പഠിച്ചോനെ ഇപ്പൊ കേൾക്കുക? ഇതിപ്പോ തുണ്ടം മുണ്ട വെട്ടി ഞാൻ ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ അനസുമോലും എനിക്ക് ഉണ്ടാക്കി തന്നാണ്, അല്ലെങ്കിൽ കായക്കൊടിക്ക് എനിക്ക് ഉണ്ടാക്കി തന്നാണ്, എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു ശരി, ഇതെനിക്ക് ഉണ്ടാക്കി തന്നാരാ? ഇന്റർനെറ്റ് എടുത്ത് നോക്കി. ഇന്റർനെറ്റിൽ ആളുകൾക്ക് മെയിൽ വന്നിരിക്കാണ്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? മദീനത്തെ ഈ പറയുന്ന കുറെ പിന്നെ മദീനിമാരും സാധനങ്ങളുണ്ടല്ലോ, ഈ അവരുണ്ടാക്കിയ സാധനമാണ്. ആ സാധനം കട്ട് ചെയ്തതാണോ, തട്ടിവിട്ടതാണോ, കോട്ടി മാറ്റിയതാണോ? എങ്കിൽ അവരെ പ്രശ്നം. എങ്കിൽ നിങ്ങൾ വിശദീകരിച്ചാൽ മതി കോട്ടി മാറ്റിന്ന്. ബാക്കി ആലു ശേഖന്റെ ഫത്വകൾ വേറെ ഉണ്ടല്ലോ, ആ ഫത്വകൾ അപ്പൊ ഞങ്ങൾ എടുക്കാം. അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ എന്തിനാണ് ഈ വൈരുദ്ധ്യത്തിലും അബദ്ധത്തിലും ഒക്കെ ചെന്ന് ചാടുന്നത്? ഇത് നേരെ ചൊവ്വേ ആ ദീൻ പ്രബോധനം ചെയ്യാണ്ട് ഈ അഖലാനിയത്ത് പിടിച്ചിട്ട് ബാക്കിയുള്ളവരെ പിടിച്ച് അഖലാനി ആക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്ത്. എന്നിട്ട് മനസ്സിലാക്കി ഞങ്ങൾക്കാണ് അഖലാനിയത്തുള്ളത്, അല്ലാതെ പിന്നെ ബാക്കിയുള്ളവർക്കല്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, എനിക്ക് പറയാനുള്ളത് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് നല്ല സാധ്യത ഇനിയുണ്ട് മടങ്ങാൻ സാധ്യത, നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം നിങ്ങൾ മടങ്ങ്, നമുക്ക് ഒരുമിച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കാന്ന്. ഞാൻ പോസ്റ്റർ വെട്ടിക്കും, ഞാൻ സ്റ്റേജ് വെട്ടും. നിങ്ങൾ ശിർക്കെന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രമാണം വെക്കണം. അപ്പൊ അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ രൂപത്തിൽ മടങ്ങി നമുക്ക് വരാം. പിന്നെ ജിന്നിനോടുള്ള തേട്ടം ഞാൻ പറഞ്ഞല്ലോ, എത്ര തവണ പറഞ്ഞു? ഓരോ തവണ പറഞ്ഞു. അതിന്റെ കാലു ശേഖരം എടുത്തിട്ട് നിങ്ങൾ എന്നെ വെട്ടാൻ നോക്കിയപ്പോ ആ വടി വാങ്ങി ഞാൻ 2 അങ്ങോട്ട് തന്നുള്ളൂ. അതങ്ങനെ തന്നെയാണ് സംവാദമാണ്. നിങ്ങളെല്ലാം അടിക്കാൻ ആലുശേഖന്റെ വടി എടുത്തപ്പോ അത് വാങ്ങി 2 അങ്ങോട്ട് ഇട്ടു തന്നു. അതിനാ കണ്ടത്, മനസ്സിലായോ? അത് കൊണ്ടപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ ഇരിക്കും കൊണ്ടാല്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പിന്നെ ചോദ്യോത്തര സെഷൻ എന്തിലേക്ക് പോയത്? ഈ ആലുശേഖനിലേക്ക് പോയത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, സബബായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇന്ന് വിശദീകരിച്ചോ. ഇവിടെ ഓഡിയൻസ് ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ എന്റെ വിശദീകരണം. അതിൽ തെറ്റുണ്ടാവാം, നിങ്ങൾ വിശദീകരിച്ചില്ല എന്ന് പറയുന്നത്. വിശദീകരിച്ചു കഴിഞ്ഞു. സബബുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ, സബബല്ലാത്ത സബബാക്കുന്നതിന്റെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വിശദീകരിച്ചു, കൃത്യമായിട്ട് അത് പറഞ്ഞു. അത് സ്വീകാര്യല്ലേ? അത് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം, നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷെ എനിക്ക് അത് തള്ളിക്കളയണമെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നീ പറഞ്ഞതിൽ അബദ്ധങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രമാണങ്ങൾ നിങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? അത് തള്ളിക്കളയാം. പക്ഷെ നിങ്ങൾക്ക് പ്രമാണം, നിങ്ങൾക്ക് ഇതുവരെ പ്രമാണം ആയത്ത് ഞാൻ ഓതിയത് അതിന്റെ കെയർ ഓഫിൽ മൂപ്പരങ്ങനെ കഴിച്ചു വിട്ട. അപ്പൊ പ്രമാണമില്ല, ഒന്നുമില്ല. പിന്നെ അനസ് മുസ്ലിയാർ നിലവാരത്തിൽ നിങ്ങൾ എന്റെ സ്ഥാനത്ത് അനസ് മുസ്ലിയാരെന്ന് വെച്ചാൽ മയ്യത്ത് കൊണ്ടോണ്ടി വരൂലേ, ആ നിലക്കാക്കി തരൂല അനസ് മുസ്ലിയാർ. അപ്പൊ അതൊന്നും നടക്കൂല. ഞാൻ ആയതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൂടി. അനസ് മുസ്ലിയാരാണെങ്കിൽ എന്തായാലും നിങ്ങളെ അവസ്ഥ ഈ പറഞ്ഞ അബദ്ധം പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും പറയണ്ട. ആ വിഷയങ്ങൾ ഒന്നുമില്ല. പിന്നെ നിങ്ങളോട് ബഹുമാനം ഒരിക്കലല്ല, ഒരു സംവാദത്തിൽ ചിലപ്പോ നമ്മളെ സംസാരങ്ങളിൽ ചില രീതികളിൽ മാറ്റം വരും. അതാണ് സംവാദം ഒരു ശരിയല്ലാത്ത നടപടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താ, ഈ സംവാദമാകുമ്പോ ഈ സംസാരത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളും ചെറിയ പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന സംസാര രീതി വരും. ഒന്ന് പിന്നെ പെട്ടെന്ന് മുസ്തരം പറയേണ്ട ഒരു അവസ്ഥ, ആലോചിക്കുവാനും ഹൃദയത്തെക്കാൾ വികാരം തള്ളാൻ, ചിന്തയേക്കാൾ വികാരം തള്ളാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് ഈ സംവാദം. അതുകൊണ്ട് അതിന്റേതായ ഫോൾട്ടുകൾ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ബഹുമാനാണ്, എനിക്ക് വേണം നിങ്ങളെ എന്റെ സംഘടനയിൽ എന്റെ നേതാവായിട്ട് എനിക്ക് വേണം. ഞാൻ വിശ്വസിക്കുന്ന അതേ അഖീദയുമായി എനിക്കും എന്റെ കൂട്ടുകാർക്കും വയലു പറയുന്ന എന്റെ പ്രിയപ്പെട്ട പഴയ ഫൈസൽ മുസ്ലിയാരായിട്ട് എനിക്ക് വേണം. ഇല്ലാണ്ട് ചത്തപോത്തിനെ കൊണ്ട് നടക്കുന്ന ഫൈസൽ മുസ്ലിയാരെ എനിക്ക് കാണാൻ വയ്യ. എനിക്കത് ഇഷ്ടമില്ല കാണാൻ. അതെന്റെ സ്വലാഹി അങ്ങനെ തന്നെ, എന്റെ സ്വലാഹിയ. ആ സ്വലാഹിന് എനിക്ക് വേണം. എങ്ങനെ വേണം? പഴയ സ്വലാഹിയായിട്ട് വേണം. ചത്തപോത്തിനെ കൊണ്ട് നടക്കുന്ന സ്വലാഹിന് എനിക്ക് വേണം. അത് സ്വലാഹിനോടുള്ള സ്നേഹക്കുറവല്ല. എങ്ങനെ നമ്മൾ 2 അഖീദയും 2 ആദർശമായിട്ട് നമ്മൾ ഇങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ ബഹുമാനക്കുറവ് കൊണ്ടല്ല, വാക്കുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സംവാദത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ വികാരത്തെക്കാൾ പിന്നെ വിവേകത്തെക്കാൾ വികാരം ഒന്ന് ആർക്കും മുന്തിപ്പോകുന്ന ഒരു രീതിയാണ്. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പിന്നെ സംസാരിക്കുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ പറ്റുക. ഫൈസൽ മുസ്ലിയാർ വളരെ പെർഫെക്റ്റ് ആയി സംസാരിക്കുന്ന ഒരാളാണ്, പക്കതുള്ള ആളാണ്. എനിക്ക് എന്റെ പ്രായമല്ല, 31 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ
പ്രശ്നം വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒരു വിഷമാക്കരുത്. പിന്നെ നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരാളോട് പിന്നെ ഞാൻ മുഖത്ത് നോക്കാതെ തന്നെ പറയുന്നതുകൊണ്ടാണ്. നിങ്ങൾ മുഖത്ത് നോക്കിയാൽ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ മുഖത്ത് നോക്കാണ്ടാണ് ഈ പറയുന്നത്. ഇഷ്ടത്തിനോ ബഹുമാനത്തിനോ ഒരു കുറവില്ല. എന്തെങ്കിലും അങ്ങനെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനിയനോട് പൊറുക്കുന്ന പോലെ എനിക്ക് വേണ്ടി പുറത്തരണം എന്ന് ഞാൻ പറയാണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാളും രണ്ട് ആദർശത്തിലായിപ്പോയി. നിർഭാഗ്യം, വിഷമകരം, ദുഃഖകരം. നമ്മൾ രണ്ട് ആദർശത്തിലായിപ്പോയി. അതെങ്ങനെ നമ്മൾ സഹകരിക്കാം? അവിടെ നമ്മൾ എങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്താം? അവിടെ നടത്താൻ പറ്റൂല. ഒന്ന്, ജിന്നിനെ വിളിച്ച് തേടുന്നത് ശിർക്കാണ്. മറ്റൊന്ന്, ശിർക്കാവാത്ത തേട്ടമുണ്ട് എന്ന് വിശ്വസിക്കാം. നമ്മൾ രണ്ട് തട്ടി എവിടെയെങ്കിലും ഒന്ന് ശരിയാവട്ടെ. ഏതെങ്കിലും ഒരാൾ തിരുത്തട്ടെ. ഏതെങ്കിലും ഒരാളുടെ രീതിക്ക് എത്തുമ്പോൾ നമ്മളൊന്നാവും. ഇല്ലാതെ നമ്മളൊന്നാവൂല. മരണം വരെ നമ്മളൊന്നാവൂല. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ഫൈസൽ മുസ്ലിയാരോടും ജമിയത്തുൽ ഉലമയുടെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പർ ആണെങ്കിൽ ഞാനിപ്പോ അറിഞ്ഞത് നിങ്ങളെ പരിപാടിക്ക് വിളിക്കരുത് നോട്ടീസ് പിന്നെ സർക്കുലർ മുജാഹിദ് സെന്ററിൽ നിന്ന് വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പറെ വിളിക്കരുതെന്ന് പറയോ? നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? പിന്നെ ഒരു വേദി എന്നിട്ടല്ല, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രവർത്തകനാണ്. നിങ്ങൾ ഉലമാക്കൾക്കിടയിൽ ഒരു വേദി ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കാം. ഫൈസൽ മുസ്ലിയാർ തയ്യാറാണോ? ഞാനൊരു കാര്യം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംവാദത്തിൽ വെച്ചിട്ട് എന്റെ കഴിവിന്റെ അത്ര മാക്സിമം ഞാൻ KJയുടെ അപ്പുറത്തെ വാദിക്കുന്ന ആളുകളെ ഞാൻ ഒരുക്കിക്കൊണ്ടുവരാം. ഫൈസൽ മുസ്ലിയാർ കാര്യം, സക്കരിയ സുലാഹിനെയും അതുപോലെ ആൾക്കാരെ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് നടത്താം. ഞാൻ വാക്ക് തരാം. KJയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ചിലപ്പോൾ അത് ഹൈറായെങ്കിലോ, ചിലപ്പോൾ അത് ഐക്യപ്പെട്ടെങ്കിലോ, അല്ലെ, ചിലപ്പോൾ അത് ഗുണകരമായെങ്കിലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുവരാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 വണ്ടിമാർ ഞാൻ KJന്റെ കൊണ്ടുവരാം. എനിക്ക് അത്ര ബന്ധമുള്ള 6 പണ്ഡിതന്മാർ അവർ വാങ്ങൂല. നിങ്ങളൊരു കാര്യം ചെയ്യും. പിന്നെ ഫൈസൽ മുസ്ലിയാർ, സക്കരിയ സുലാഹി, അബ്ദുൽ ജബ്ബാർ മൗലവി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സലഫി, അങ്ങനത്തെ നിങ്ങൾ ഒക്കെ കൂടി വരും. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വീട്ടിൽ ഇവിടെ പ്രിംറോസിന്റെ വീട്ടിൽ വെച്ച പോലെ എന്ത് ചെയ്യാം, ഒരു വീട്ടിൽ നമുക്കൊരു പിന്നെ ഇത് വെച്ച് എന്നിട്ട് ഒരു ഭക്ഷണവും കഴിച്ച് നമുക്ക് ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ച് കാലമൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് തോളൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തമാശ പറഞ്ഞിട്ട് പരസ്പരം തൊട്ടിട്ട് പരസ്പരം തലോടിയിട്ട് പരസ്പരം സ്നേഹിച്ചിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്യുക? ഒരു മുൻകൈ എടുക്കുക. ഈ പറഞ്ഞ ആളുകളെ ഒരുക്കുക. അതിൽ പിന്നെ എന്റെ പോലെ അപക്വമായിട്ട് സംസാരിക്കുന്നവരൊന്നും അതിലുണ്ടാവില്ലല്ലോ. പിന്നെ അനസ് മൗലവി ആണെങ്കിലും അനസ് മൗലവി ഒന്നും അത്ര ഏതായാലും ഇനി ഞാൻ ശവത്ത് കുത്തുന്നില്ല. അത് ന്യായമല്ലല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നെ പോലെ അബദ്ധം പറയാത്തത് കൊണ്ടുവരാന്ന് പറഞ്ഞത് അത് അബദ്ധാന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രശ്നം തീർന്നു. അത് സമ്മതിക്കാൻ പ്രയാസം ആവശ്യമില്ല. നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഈഗോന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 34, എനിക്ക് 34 ആയിട്ടുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അയിമ ബേജാറാവണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അബദ്ധാന്ന് ഫസ്റ്റാണ് പറഞ്ഞ സംഗതി കഴിഞ്ഞില്ലേ. അപ്പൊ ഇനി മനസ്സിലാക്കാം, ഇത് മാത്രല്ല അബദ്ധം. അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അത് മദീനത്തെ കുട്ടികൾ തൊണ്ടമാക്കിയതോട് പറ്റിയ അബദ്ധമല്ല. ആ മദീനത്തെ കുട്ടികൾ കൊടുത്തത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അവിടെ അബദ്ധം ഉണ്ടായത്. ആലു ഷെയ്ഖ് പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ പ്രശ്നം പറ്റിയത്. ആലു ഷെയ്ഖ് പറഞ്ഞ തലത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് നിങ്ങളെ പറഞ്ഞു, ഞാൻ തൊണ്ടേ കണ്ടിട്ടുള്ളൂ, ബാക്കി കണ്ടിട്ടില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ സഹോദര ബുദ്ധിയാ പറയാ, ഏതായാലും സാലിഷ് അത്ര പറഞ്ഞ സ്ഥിതിക്ക് ഇനി ശവത്ത് കുത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് പറയാ, ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, നിങ്ങളെക്കാൾ വലിയ പ്രായം കൂടുതലില്ലെങ്കിലും ഈ രംഗത്ത് കുറച്ചൊക്കെ ഉണ്ടായത് കൊണ്ട് സൂചിപ്പിക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മൾ ഉദ്ധരിക്കുന്ന തെളിവുകൾ അത് സംവാദത്തിന് മാത്രമല്ല, ഖണ്ഡനത്തിന് മാത്രമല്ല, ഒരു സാധാരണ പ്രസംഗത്തിൽ പോലും നമ്മൾ ഉദ്ധരിക്കുന്ന തെളിവ് എന്ത് ചെയ്യണം? നമ്മൾ അസ്ലി കിതാബ് കാണണം. അതിന് അപ്പുറപ്പുറം വായിക്കണം. ആ അധ്യായമെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. നമുക്ക് തഹ്ഖീഖാവണം. എന്നിട്ടേ പുറത്ത് പറയാവൂ. അത് ദീനിയായ മര്യാദയാണ്. സംവാദത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നുകൊണ്ടല്ല. ആലോചിച്ച് പറഞ്ഞാലും ആലോചിക്കാതെ പറഞ്ഞാലും ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ. സംവാദമാകുമ്പോ ആലോചിക്കാൻ സമയം കിട്ടൂല. പെട്ടെന്ന് പറഞ്ഞോളാം. അതിനൊന്നും ആവശ്യമില്ല, ഉള്ളത് പറഞ്ഞാൽ പോരെ. ഇനി അതെല്ലാം വേണം. നമ്മൾ ചോദ്യം കഴിഞ്ഞപ്പോ ഞാൻ പറയും, എനിക്ക് 2 മിനിറ്റ് ആലോചിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ, എന്താ കുഴപ്പമുള്ളത്? ഒരു പ്രശ്നമില്ല. റാഫിയായിട്ടൊന്നല്ലോ. സാലിഷിന് പറയാലോ, ചോദിച്ചു ഞാൻ ഒന്ന് നോക്കിക്കട്ടെ, കിതാബ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇവിടെ ആലോചിച്ച് തന്നെ പറയാം. അപ്പൊ ആലോചിച്ച് പറഞ്ഞാലും ആലോചിക്കാതെ പറഞ്ഞാലും പറയേണ്ട മറുപടി ഒന്ന് തന്നെയാണ്. അവിടെ വ്യത്യാസമില്ല. അതിന് നാം ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്ന ഫത്വകളും കിതാബുകളും ഒക്കെ എന്താണോ അത് അസ്ലി കിതാബിന് കണ്ട് ഒന്ന് വായിച്ചു നോക്കി എന്താ അവരോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി വന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വിമർശിക്കില്ല, ആക്ഷേപിക്കില്ല. ഏതായിരുന്നാലും ആലു ഷെയ്ഖ് പറഞ്ഞതും ഞാൻ പറഞ്ഞതും വൈരുദ്ധ്യമില്ല. കുട്ടികളെ അവിടുന്ന് തുണ്ടമാക്കി കൊടുത്തയച്ചതും ഒരു അപാകതയുമില്ല. അത് എല്ലാം ക്ലിയറാണ്. അത് ബോധ്യപ്പെടാൻ ഞാൻ നിർദ്ദേശിക്കാണ് അത്തംഹീദ് എന്ന കിതാബ്, ആ അധ്യായം സാലിഷ് ഒന്ന് വായിക്കണം.
അപ്പൊ മനസ്സിലാവും ഇപ്പോഴും പ്രശ്നമില്ല. പിന്നെ ജമ്മിയത്തിന്റെ പേര് സംവാദം വേണോ, അത് ജമ്മിയത്തിനുമ്പോ തീരുമാനിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ 70 ആൾ ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം എന്നിട്ട്. അതിന് സാലിഷിന്റെ ഔദാര്യം ആവശ്യമില്ല, സാലിഷിന്റെ ഔദാര്യം ആവശ്യമില്ല. നീ ഇവിടെ ആരൊക്കെ ഇരിക്കണം, അവിടെ ആരൊക്കെ ഇരിക്കണം, ജമ്മിയത്ത് തീരുമാനിക്കട്ടെ. എന്തായാലും ഇപ്പത്തെ അവസ്ഥ ഇരുത്താൻ പറ്റൂല, കാരണം മൂപ്പര് പുറത്താക്കപ്പെട്ട ആളാ, മൂപ്പര് പുറത്താക്കപ്പെട്ട ആളാ. ഞങ്ങൾ ആരും ജമ്മിയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സ്വലാഹിനോട് ഇരുത്താൻ ഇപ്പത്തെ അവസ്ഥയെ പറ്റൂല. ജമ്മിയത്തിന്റെ പ്രത്യേക ഔദാര്യം വേണം. അപ്പൊ ഏതായിരുന്നാലും KJUവിന്റെ ലേബൽ ചർച്ച നടക്കണം. അത് പ്രിംബോസിന്റെ വീട്ടിലല്ല നടക്കേണ്ടത്. അത് KJUവിന് ആസ്ഥാനുണ്ട്, അവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ കിതാബുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചർച്ച വേണം, ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് വിളിപ്പിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾ ചെയ്തോളി, അതാ വേണ്ടത്. അല്ല ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു അയ്യോപാവായിട്ട് ഇനി നമ്മൾ വേറെ നടത്താ, ഇന്നെ പോലത്തെ ഒന്നും പോരാ, എനിക്ക് 31 ആയിട്ടുള്ളൂ, അതുകൊണ്ട് കാണില്ല സാലിഷേ. അത് പിന്നെ വരുമ്പോ ആലോചിക്കണം, അത് വരുമ്പോ ആലോചിക്കണം. ഞാൻ അങ്ങനെ പോകാൻ മാത്രം പ്രായമായിട്ടില്ല എന്നാണെങ്കിൽ ആ പാലിക്കണം. പ്രായത്വമല്ല വലിയ കാര്യം. ഉമർ ഖത്താബ് ഇബ്നു അബ്ബാസിനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് മുസാവറ ടീം വെക്കുന്നത്. അത് പ്രായം കൊണ്ടല്ല, അത് ഇൽമ കൊണ്ടാണ്. അപ്പൊ ഏതായിരുന്നാലും സൂചിപ്പിച്ചത് ആ ശൈലിയൊക്കെ ഒഴിവാക്കി ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരു സംഗതി. ആലു ഷെയ്ഖ് പറഞ്ഞത് ലോജിക്കുമുണ്ട്, പ്രമാണവുമുണ്ട്, അഖലുമുണ്ട്, നഖലുമുണ്ട്, രണ്ടിനും എതിരല്ല, രണ്ടിനും എതിരല്ല. ആലു ഷെയ്ഖ് തോട്ടുകരേണ്ട ഒരു കാര്യവുമില്ല, ആ കിതാബും വലിച്ചെറിയേണ്ട കാര്യമില്ല. അവിടെയാണ് അബദ്ധം പറ്റിയത്. നമ്മൾ കിതാബിനോടും ആലിമീങ്ങളോടും ഒരു മര്യാദ കാണിക്കണം. ഒരു അബദ്ധം ഈ കണ്ടെങ്കിൽ തന്നെ തോട്ടുകരോ അത് ഖുറാഫിയുള്ള ശൈല. പ്രത്യേകിച്ച് സലഫി പണ്ഡിതന്മാർ, മുസ്ലിം ലോകത്ത് സലഫി ആദർശത്തിന് നേതൃത്വം കൊടുക്കുന്ന സലഫി പണ്ഡിതന്മാർ ഒരു മര്യാദ, ഒരു അദബ്, അപ്പോഴാണ് ഇൽമിന് ആഫിയാവുള്ളൂ. നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് മുറിച്ച് കൊണ്ടുവന്നാൽ അതുകൊണ്ട് മംഫഅത്ത് ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോ ഇതാണ് പറയണ, അട്ടനെ പിടിച്ച് മറ്റേ കിടത്തരുത്, കിടത്തിയാ കിടക്കൂലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ സംസാരത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ, നിങ്ങൾ ക്ഷമിച്ചേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ധരിച്ചതിൽ എനിക്ക് ഉദ്ധരിക്കാൻ എന്നെ കൊണ്ട് ഒക്കൂല, എന്നെ കൊണ്ട് നിങ്ങളേറ്റ് മുട്ടാൻ പറ്റൂല എന്നത് എനിക്ക് 31 വയസ്സായിട്ടുള്ള എന്നല്ല മുസ്ലിയാരെ ഞാൻ പറഞ്ഞത്. മുസ്ലിയാരാവല്ലേ, അത് ഞാൻ പറഞ്ഞു, തനി മുസ്ലിയാരാവല്ലേ. അപ്പൊ നിങ്ങൾ ഞാനിപ്പോ മുട്ടിയത് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആത്മകഥം ചെയ്യും സുഹൃത്തെ. തകർന്ന് തെരിപ്പണായില്ലേ നിങ്ങള്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഏതൊരു മനുഷ്യനറിയാ നിങ്ങൾ മുത്തരം മുട്ടി, നിങ്ങൾ പെട്ട് ഉരുണ്ട്. നിങ്ങൾ ചോദ്യം തന്നെ എന്നോട് ചോദിക്കണ്ട, ജിന്നിനോട് ഇസ്ലാത്ത് ശിർക്കാണെന്ന് 2 പ്രാവശ്യമായില്ലേ നിങ്ങൾ ചോദിക്കാൻ? മറന്നില്ലേ നിങ്ങൾ? നിങ്ങൾ മറന്നു. അതാണ് പറഞ്ഞത്, നിങ്ങൾ മറക്കും. ഇപ്പൊ ലാസ്റ്റ് ഈ കാസറ്റ് CD കാണുന്ന ആൾക്കാർ ചോദിക്കും, ഈ ലാസ്റ്റ് മൂപ്പര് സംസാരിച്ചപ്പോ ചോദ്യം ഉണ്ടായിരുന്നോ? CD കാണുന്നവർ ശ്രദ്ധിക്കും, ചോദ്യമില്ല. കാരണം എന്താ ചോദ്യമില്ലാത്തത്? തീർന്നു, മൂപ്പര് പണിക്കുട്ടൻ തീർന്നു. ഈ അത്ത പോത്തേറ്റ് വന്നതാ മൂപ്പര്. ഏത് പുതിയ സ്പെഷ്യലിസ്റ്റ് ജിന്ന് വിഷയത്തിൽ KJUവിന്റെ തീരുമാനത്തെ പിന്നെ എന്താ ചെയ്യാ, പിന്നെ തൊലി ഒലിക്കുന്ന പുതിയ സ്പെഷ്യലിസ്റ്റ് ഇരിക്കുന്ന കോലാണ് ഈ കാണുന്നത്. പുതിയ സ്പെഷ്യലിസ്റ്റ് ആരേറ്റ് മദ്രസ കുട്ടികളേറ്റ്, ഇതിന് പുതിയ സ്പെഷ്യലിസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, അനസ് മൗലവിന്റെ കായ്ക്കൊടിന്റെ മുന്നിൽ കിട്ടിയാൽ ആംബുലൻസിൽ തിരിച്ചു വീട്ടിൽ പോണ്ടി വരും, ആ നിലക്കാക്കും, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, പൊന്നാര ഫൈസൽ മുസ്ലിയാരെ, ഞാൻ നിങ്ങളോട് പിന്നെ ആ റെസ്പെക്റ്റിൽ എന്തെങ്കിലും വീഴ്ച വന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ ആ നിലക്ക് അങ്ങനെ ഒരു നല്ല ഒരു വർത്താനം കേൾക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് അങ്ങനെ ഒരു ആശ്വാസം കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഈ അട്ടനെ പിടിച്ച് മെച്ച കെടുത്തോ, നിങ്ങൾക്ക് നല്ല വർത്താനം ഒന്ന് കേട്ടാൽ മനസ്സിലാവൂലേ? അതിനനുസരിച്ച് തരാ. അപ്പോൾ എന്താ ഇവിടെ വിഷയം? ആലു ഷേഖിന്റെ വിഷയം എടുക്കാം. ആലു ഷേഖിന്റെ തുണ്ടൽ എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഈ തുണ്ടാണ് ലഭിച്ചത്. അന്ന് ഞാൻ ആലോചിച്ചു എന്താണ് പഠിച്ചൻ ആലു ഷേഖ് ഈ പറയുന്നത്. ഇത് എഴുതിയ ആളുകൾ ആലു ഷേഖിന്റെ വാദം എങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എനിക്ക് തന്നത്. ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്കായതും വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കോട്ടിങ്സ് കട്ട് ചെയ്ത് എനിക്ക് നൽകിയത്. ആ ഇതിൽ ശിർക്കായത് ഏത് എങ്ങനെ ഞാൻ മനസ്സിലാക്കണം? അവരുദ്ദേശിച്ചത് കാഫറിനോടുള്ള ഇസ്തിആനത്ത് ശിർക്കായിട്ട് ആലു ഷേഖ് പറയുന്നു. വസീലത്ത് ശിർക്കായിട്ടുള്ളത് ഏത്? മുസ്ലിമിനോടുള്ളത് വസീലത്ത് ശിർക്കായിട്ട് പറയുന്നു. ഇത് ഞാൻ പഠിക്കണം, മനസ്സിലാക്കണം എന്നതിനു വേണ്ടിയാണ് മദീന മുനവ്വറയിലെ ആരാ പിന്നെ വല്ലാത്ത ത്വാലിബുൽ ഇൽമുകൾ ഈ തുണ്ടം വെച്ചിതാക്കിയത്. എന്നാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ നെറ്റ് വഴിയും മറ്റുമൊക്കെ ആയിട്ട് തപ്പിയെടുത്തിട്ടുണ്ട്. എവിടെ? ഇതിന് ഓപ്പോസിറ്റ് ആലു ഷേഖ് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ അത്തംഹീദ് ഉണ്ടല്ലോ, നിങ്ങൾ വായിച്ചാൽ മതി. അത്തംഹീദിന് ഞാൻ ഈ മനസ്സിലാക്കിയ ധാരണ തെറ്റാണ്. എങ്ങനെ കിട്ടും? നിങ്ങളൊന്ന് വായിച്ചെന്ന് എങ്ങനെ കിട്ടും? ഏതെങ്കിലും ഒരു വാക്കല്ല, മൊത്തം ഞാൻ എടുത്തരാ അതിന്. അത്തംഹീദിന്
നിങ്ങളൊന്ന് വായിച്ചെന്നാ മതി. വെറുതെ നമ്മള് തുണ്ടുള്ളോ തുണ്ടിന്റെ കഥ പറഞ്ഞപ്പോ കേറി കൊത്തല്ലേ അത് തുണ്ടിന്റെ കഥ പറഞ്ഞത് തുണ്ട് അയച്ചോര കഥയാണ്. നേരെ മറിച്ച് അത്തംഹീദ് നിങ്ങൾ വായിച്ചോ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് ഈ ധാരണ വരുത്താൻ അയച്ചവരാണ് തെറ്റുകാരെന്ന് ഞാൻ പറഞ്ഞത്. എന്ന അത്തംഹീദിന്ന് ആലു ശേഖ് പറഞ്ഞത് ഇതന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചോ, ആ ഗ്യാപ്പ് കിട്ടിയപ്പോ അതിമ കയറി കൊത്തുന്നേ. ഇതിനെ മുസ്ലിയാരെ മന്തിക്കൊക്കെ അവിടെ വെച്ചോ. അള്ള സഹായിച്ചാല് മന്തിക്ക് മന്തു അല്ലെങ്കിൽ മുന്തു, മനസ്സിലായ? അങ്ങനെ മുന്തിയത് നീ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോ, ഫൈസൽ മുസ്ലിയാരെ, പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, നിർത്തിക്കാം. ആ പഴച്ച വാദം വിട്ടേച്ച. ജിന്നിനോട് വിളിക്കുന്ന ശിർക്കനാണ്, വിട്ടേച്ച. അല്ല വസീത ശിർക്ക് പഴച്ചന്, അത് ഒഴിവാക്കിക്കാം. പുഴയിൽ വീണ് വിളിച്ച ശിർക്കനാണ്, ശിർക്കല്ലാന്ന് പറഞ്ഞത് പഴച്ചനാണ്, അതങ്ങനെ വിട്ട എന്നിട്ട് പോന്ന. അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളെ മുമ്പിൽ ഇരുന്നിട്ട് ഈ കോലത്തിലാവും നിങ്ങൾ. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ പണ്ഡിതന്മാർ ഇപ്പൊ ജമിയത്ത് ഞാൻ സംഘടിപ്പിക്കാൻ നോക്കാം, നിങ്ങൾ വരുമോ? ഞാൻ സംഘടിപ്പിക്കാൻ നോക്കാം, നിങ്ങൾ വരുമോ? എന്താണ് മുസ്ലിം ഞാൻ പറഞ്ഞത്. എന്റെ മുമ്പിൽ കിടന്നിട്ട് ഈ നിലയ്ക്ക് നിങ്ങൾ വെള്ളം കുടിച്ചെങ്കിൽ ഈ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ കായ്ക്കൊടിയൊക്കെ കൂടെ ഒച്ചെടുത്താൽ എന്താവും നിങ്ങളെ ഹാലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഈ നിങ്ങളെയാണ് ഈ കുട്ടികൾ സ്പെഷ്യലിസ്റ്റ്. ഇതാ ഈ വിഷയത്തിലെ എല്ലാ സംശയവും തീർത്തു, ഫൈസൽ മുസ്ലിയാർ നാട് ചുറ്റുന്നു, എല്ലാം തീരും. 26-ാം തീയതി തൃശ്ശൂർ വരുന്നത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരുന്നുണ്ട്. ഇനി കോൺഫറൻസ് ആയി ഞങ്ങൾ വരുന്നുണ്ട് കേട്ടാ. കാരണം തൊട്ടറിഞ്ഞപ്പോ സാധനം ഇത്ര ഉള്ളതെന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് ഈ ചത്തപോത്ത് ഈ ബാധകളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. തേരോട്ടം നടത്തുന്ന വലിയ മറുപടി. എവിടെ മറുപടി? ഇതിന് മറുപടി. ആര് ശൈഖനമ കയറി അവിടുന്ന് വീണ്, ജിന്നും മറ്റേ കാഫർ ജിന്നമ കയറി അവിടുന്ന് വീണ്, പുഴയിൽ കയറി അവിടുന്ന് വീണ്. ഈ വീഴ്ചകൾക്ക് മാത്രം ഏറ്റുവാങ്ങാനുള്ളതാണോ ഫൈസൽ മുസ്ലിയാരെ ഈ ജീവിതം? അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ വീഴല്ലേ? നമ്മളൊപ്പം നടന്ന കാലത്ത്, നല്ല അക്കീതുണ്ടായ കാലത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, നിങ്ങൾ വീണിരുന്നില്ല. ഈ ചീത്ത അക്കീത മനസ്സിൽ കയറിയപ്പോ നിങ്ങൾ വീണ് തുടങ്ങി. നിങ്ങളെല്ലാം എല്ലാരും വീഴും. ജക്കരിയെന്ന് വീണില്ലേ? ജക്കരി ആദ്യം പോഴേ വീണ്. എന്നിട്ടോ പിന്നെ എല്ലാരും കൂടെ അത് ശിർക്കന്നെ മൂപ്പർക്ക് ശിർക്കരുന്ന്, ഫൈസൽ മുസ്ലിയാർക്ക് ശിർക്കരുന്ന്. അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർക്ക് പഴച്ചതെങ്കിലായിരുന്നു. അത് ശരിയല്ല, ചക്കരി പറഞ്ഞ പഴച്ചാണ്. പിന്നെ ഫൈസൽ മുസ്ലിയാർക്ക് മാറി. ഇപ്പൊ ഇവിടെ വന്നപ്പോ മാറി അല്ലെ? അത് പിന്നെ ചക്കരി എന്ത് ചെയ്തു? കുറച്ചു ചക്കരി പറഞ്ഞു, ഞാൻ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും. എന്തിനാ വിചിന്തനായിട്ട് പരലോകത്ത് വരുന്നത്? ഈ ശിർക്കല്ലാതെ ശിർക്കെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം നോക്കിയപ്പോ ശിർക്കല്ലാതെ മൂപ്പര് പറഞ്ഞത്. പിന്നെ കുറച്ചപ്പോ മീനും പിടിച്ച് ചൂണ്ടാനായി ജിന്നിനെ കൊണ്ട്. ഇതാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ പിഴച്ച. ഇതൊക്കെ പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന ഇത്തരം പൊട്ടത്തരങ്ങൾ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നില്ല. ഇത്തരം പൊട്ടത്തരങ്ങൾ പറഞ്ഞിരുന്നില്ല. എനിക്കറിയാം ആലു ഷേഖ് അത്തംഹീദിൽ പറഞ്ഞത് എന്താണ്, ഇലാജിന്റെ സമയത്താണ്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമുക്കറിയാം. ആ ചർച്ചകളുടെ വാക്കുകളെ കട്ട് ചെയ്ത് നിങ്ങളുടെ പിഴച്ച വാദത്തിന് തെളിവാക്കിയെങ്കിൽ ആലു ഷേഖ് ഈ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലു ഷേഖും തോട്ടില് നിങ്ങൾ വാദം പറഞ്ഞ നിങ്ങളും തോട്ടില്. ആയത്തീസില്ലാണ്ട് ആര് വാദം പറഞ്ഞ തോട്ടിൽ. എന്തിനെ തോട്ടിൽ കൊണ്ടാണെന്നറിയോ? നന്നായി കുളിപ്പിച്ച് നല്ല ആയത്തൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കും ആ തോട്ടിന്ന്. അതിനാ നല്ല തോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഇവിടെ വ്യക്തമായി കഴിഞ്ഞു നമ്മുടെ ഫൈസൽ മുസ്ലിയാരുടെ പാപ്പിന്റെ പരാജയം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. എങ്ങനെയാണ് ഈ പരാജയത്തിന്റെ കാരണം? പഠിച്ചോ. നമ്മളൊക്കെ പാടേണ്ടത് പ്രമാണം വിട്ടത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പ്രമാണുണ്ടോ നമുക്ക് പിന്നെ അള്ളാഹു ഇസ്സത്ത് തരും. അത് വിട്ട് ഈ വക അഖലാനിയത്തും വിഡ്ഢിവാദങ്ങളുമായിട്ട് നമ്മൾ പോയാൽ ഈ ഇരിപ്പും ഈ നിപ്പും ഈ തകർച്ചയും നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മളൊന്നും പ്രമാണം വിട്ടിട്ട് ഈ വക അഖലാനി ചിന്തകളിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് പടച്ച് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഫൈസൽ മുസ്ലിയാരിനെ തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളെ വേണ്ടപ്പെട്ട ആളെന്നാണല്ലോ, നമുക്ക് മറക്കാൻ പറ്റുമോ ഫൈസൽ മുസ്ലിയാരെ? അദ്ദേഹത്തിന് കുറച്ച് പിഴച്ച വാദം കയറി നമ്മൾ ശരിയാക്കിയെടുക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചോദിക്കാൻ തന്നെ പറഞ്ഞു. കാരണം എന്താ? ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് മനസ്സിലായി. സബബ് തൊട്ടാ മൂപ്പര് ഞെട്ടു. അതാ മൂപ്പർക്ക് സബബ് കണ്ടാ മൂപ്പർക്ക് ഒരു പേടി. അതാണ് സബബ് കൊണ്ട് ഞങ്ങൾ സബബ് പഠിപ്പിക്കും. മനസ്സിലായ? അപ്പൊ സബബ് പറഞ്ഞു ക്ലിയർ ആയിട്ടില്ലേ? വേണ്ട, ഓഡിയൻസ് കേൾക്കുന്നുണ്ടല്ലോ, അവർ തീരുമാനിച്ചോട്ടെ. അവർക്കും ക്ലിയർ ആയില്ലേ? വേണ്ട, അള്ളാഹ് നിശ്ചയിച്ചവർക്ക് ക്ലിയർ ആയിക്കോട്ടെ. എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു എനിക്കറിയാവുന്ന രൂപത്തിൽ. അത് കേട്ട ഏതാൾക്ക് മനസ്സിലാവും എവിടെയാണ് ശിർക്ക് വരുന്നത്. ജിന്നുമായിട്ട് ക്രിസ്ത്യാനത്ത് സബബുമായി ബന്ധപ്പെടുത്തി ഞാൻ സംസാരിച്ചത്. എവിടെയാണ് ശിർക്ക്? നിങ്ങൾ തൊട്ടില്ല. നിങ്ങൾ ആ ഗ്യാപ്പിൽ സബബും നോടാൻ വേണ്ടിയിട്ട് ഞാൻ ആലു ഷേഖിന്റെ വാക്കും വൈരുദ്ധ്യാണല്ലോ എന്ന് കാണിക്കാൻ രണ്ടു കൂട്ടരും പിന്നെ വസീലത്ത് ശിർക്കിന്റെ ആൾക്കാരായിട്ടും വൈരുദ്ധ്യായില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാക്ക് ഉദ്ധരിച്ചപ്പോ അതുമ പിടിച്ച് മറിയാന്ന് വിചാരിച്ചു. മാറി പാവം നിലത്തതേ കിടക്കും കഴിഞ്ഞ് ഫൈസൽ മുസ്ലിയാര്. ഇപ്പൊ എന്തായി? സബബൊന്നും കിട്ടിയടി, ആലു ഷേഖിന്റെ ഒന്നും കിട്ടിയടി. ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിൽ ആരാ ശരി? ഒന്ന് പ്ലീസ് ദയവേത് തീരുമാനിക്കും. നിങ്ങളിൽ ആരാ ശരി? നിങ്ങളിൽ ആരാ വൈരുദ്ധ്യം പറയുന്ന ആള്? നിങ്ങൾ രണ്ടൊന്നാ പറയുന്നത്? നിങ്ങൾ രണ്ടൊന്നാ?
സുബ്ഹാനല്ലാഹ്. നിങ്ങളെ വാദം എന്താ? മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് പിന്നെ ശിർക്കല്ലെങ്കിൽ അക്കാര്യം കാഫിർ ജിന്നോട് ചോദിച്ച ശിർക്കല്ലാന്നല്ലേ നിങ്ങളെ വാദം? ആലി ശൈഖിന്റെ വാദം എന്താ? ശിർക്കാവുന്നത് തന്നെ കാഫിർ ജിന്നോട് ചോദിക്കുമ്പോഴാ, ശിർക്കല്ലാണ്ടാവുന്നത് മുസ്ലിം ജിന്നോട് ചോദിക്കുമ്പോഴാ. ഇത് മൂപ്പര വാദം. എന്താ ഇത് രണ്ടൊന്നാ? ഇതാണ് പറഞ്ഞ നിങ്ങൾക്ക് എന്തോ കാര്യം പറ്റിയിട്ടുണ്ട്. ജിന്ന് കയറിയിട്ടുള്ളത് എവിടെന്ന് മനസ്സിലായില്ലേ? നിങ്ങളെ ജിന്നിറങ്ങാത്തതിന്റെ കാരണം എന്താ അറിയോ? കൃത്യമായ റുഖ്യ ശറിയല്ല ചെയ്യുന്നത്. ഈ തെജിരിവിടെ പിന്നിൽ പോയിട്ട് ഈ ഫുൽറഹ്മാന്റെ പിന്നിൽ പോയി അവിടെ ചരട് കെട്ടി ഇവിടെ വടിയെടുത്തടിച്ച് ചങ്കിലും ചവിട്ടി, ആ ചങ്കിൽ ചവിട്ടാൻ 58 പോത്തുകൾ ഒപ്പിട്ട്, അതുകൊണ്ടൊക്കെയല്ല ഈ പോത്തുന്നൊക്കെ വിളി കേട്ടത്. ചങ്കിൽ ചവിട്ടി റുഖ്യയുടെ ഭാഗേ. എന്നിട്ട് അവസാനം ആലോചിച്ചൊക്കെ ഇപ്പൊ അതെ ഫളുൽ ഹക്കുമരിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ സഹോദരങ്ങളെ അടിക്കാൻ പാടില്ല. ഈ പുസ്തകത്തിൽ അടിക്കാൻ പാടില്ലാത്തൊരു കാരണങ്ങൾ പറയുന്നു. അടിക്കാൻ പാടില്ലാത്തതിന്റെ കാരണങ്ങൾ സുബ്ഹാനല്ലാഹ്. എന്താ കാരണം അടിക്കാൻ പാടില്ല? ഒന്ന്, ജിന്നുബാധ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ നബിക്ക് മാത്രമേ പറ്റൂ. എന്ത് കേട്ടത് പഠിച്ചെന്ന് നമ്മളെ KJV പറഞ്ഞതിന് എന്തായിരുന്നു? ആ ബുക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ? ഫൈസൽ മുസ്ലിം പരാതി ചെയ്താ പുസ്തകം ഞങ്ങൾക്ക് പരിശോധിക്കാൻ കിട്ടിയില്ല. എന്നിട്ട് എങ്ങനെ ചൊവ്വില്ലാത്ത അടിച്ചു വിട്ട്. ചൊവ്വില്ലാത്തത് നിങ്ങളെ പ്രബന്ധമൊക്കെ നമ്മൾ വായിച്ചിരുന്നു, നിങ്ങൾ അയച്ച പ്രബന്ധമൊക്കെ വായിച്ചിരുന്നു. ഇതൊക്കെ ഹദീസുകളിൽ ഇപ്രകാരം വന്നിട്ടുണ്ടെങ്കിലും അടിചികിത്സ പ്രോത്സാഹിപ്പിക്കേണ്ടപ്പെടേണ്ടതോ നടപ്പിൽ വരുത്തേണ്ടതായോ ഒന്നാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തിയുടെ ശരീരത്തിൽ ജിന്നുണ്ടെന്ന് ഉറപ്പുള്ളതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അടിച്ചതും തടവിയതും. ഒരു വ്യക്തിയിൽ നടത്തുന്ന ചികിത്സയിലൂടെ കാരണവും പരിഹാരവും കാണാൻ കഴിയാതെ വരുമ്പോൾ ജിന്നായിരിക്കാം എന്ന് ഊഹിക്കാനല്ലാതെ അത് ജിന്ന് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നബിക്ക് ശേഷം ആർക്ക് സാധിക്കും? KJV പറഞ്ഞിടത്തേക്ക് എത്തി. കണ്ടോ? അടിയും വേണ്ട, ഉറപ്പിക്കലും വേണ്ട. ഇതന്നെ KJV പറഞ്ഞത്. ഇത് നിങ്ങളെ ഈ ജിന്നിറങ്ങാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞത് എന്താ? ഈ അടിയും ഈ തെജിരിബയും ഈ ശരിയല്ലാത്ത അനിസ്ലാമികമായ മാർഗത്തിൽ ഇറക്കിയിട്ടും തോന്നുന്നു ഇറങ്ങാത്തത്. നിങ്ങൾ വരി, നമുക്ക് ഇറക്കാം. KJV പറഞ്ഞ രൂപത്തിലൊന്ന് പരിശോധിച്ച് നോക്ക്. ശരിയായ ഇസ്ലാമിക രൂപത്തിൽ ഇറങ്ങും, താൻ ഇറങ്ങും, ഇൻഷാ അല്ലാഹ് ഇറങ്ങും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ തെജിരിബയും ആവശ്യമില്ലാത്ത ഇതിലേക്കൊക്കെ പോയിട്ട് ജിന്നിറങ്ങാത്തത് എനിക്കല്ല. എനിക്കങ്ങനെ ജിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മന്ത്രിച്ചോണ്ട് എനിക്ക് ഈ പറഞ്ഞതിന്റെ പിന്നിൽ പോകുന്ന പരിപാടിയില്ല. അപ്പോ പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാർ മനസ്സിലാക്കേണ്ടത്, ഈ പരാജയത്തിൽ നിന്നെങ്കിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ഈ പരാജയം നിങ്ങൾ പ്രമാണം വിട്ടതിന്റെ തെളിവാണ് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഇവിടെ സാലിഷ് കൊണ്ടുവന്ന ആലു ഷൈഖിന്റെ ഫത്വയിൽ കാഫിർ ജിന്നെ ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ശിർക്കാണെന്നും മുസ്ലിം ജിന്നിനെ ഉദ്ദേശിച്ചാൽ അത് വസിലത്ത് ശിർക്കുമാണെന്ന് പറയുന്ന ആ കാര്യം ഇവിടെ അവസാന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിന്റെ നിജസ്ഥിതി എന്താണ്? ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം ആ ഫത്വ ഉദ്ധരിച്ചത്? അതിനെക്കുറിച്ച് ഫൈസൽ മുസ്ലിയാരുടെ വാദം എന്താണ്? അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അവസാനമായി നമ്മുടെ ചർച്ച എത്തി നിൽക്കുന്നത് ആലു ഷെയ്ഖിന്റെ ഒരു ഫത്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു ഫത്വയുടെ സ്വഭാവം ചോദ്യകർത്താവിന്റെ വിശ്വാസവും ചോദിക്കപ്പെടുന്ന സാഹചര്യവും എല്ലാം പരിഗണിച്ചിട്ടാണ് സാധാരണ ഒരു ഫത്വ നൽകാറുള്ളത്. അത് ഒരു ഫത്വ എല്ലാ സാഹചര്യത്തേക്കും ഒരേപോലെ ഫിറ്റ് ആകണം എന്നില്ല. നേരെ മറിച്ച് ഏതു സാഹചര്യത്തിലാണോ ചോദ്യം വരുന്നത് അതേ സാഹചര്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആ ഫത്വ ഫിറ്റ് ആവുകയും ചെയ്യും. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. ഫത്വ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കുമുള്ള പൊതുവായ ഹുക്മല്ല, പൊതുവായ വിധിയല്ല. ഫത്വ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം എങ്ങനെയാണോ അതനുസരിച്ച് ഉത്തരമുണ്ടാകും. നമുക്കറിയാം, സാധാരണ നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ പോലും ഒറ്റവാക്കിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ എഴുതും, പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ പാരഗ്രാഫ് എഴുതും, എസ് എഴുതാൻ പറഞ്ഞാൽ എസ് എഴുതും. അത് ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി വരിക. ഇസ്ലാമിക ഫത്വയും അങ്ങനെ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ ഒരിക്കലും ഇസ്തിആനത്തുൽ ബിൽ ജിന്നിന്റെ ഹുക്മ പഠിപ്പിക്കുന്നിടത്തല്ല ഈ വിഷയം വരുന്നത്. ഇസ്തിആനത്തുൽ ബിൽ ജിന്നിന്റെ ഹുക്മ എന്ത്? അത് പൊതുവായ ഹുക്മ പറയുന്നിടത്ത് കൃത്യമായി രണ്ടും വേർതിരിച്ചു പറയും. അതേസമയം ഇലാജുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട രംഗത്ത് നാട്ടിൽ നടപ്പുള്ള വ്യത്യസ്ത ശൈലികളുണ്ട്.
അധികവും ഈ ജിന്നുമായി ബന്ധപ്പെട്ട ഇസ്തിആനത്ത് ആളുകൾ ഉപയോഗിക്കുന്നതും ചികിത്സാ രംഗത്താണ്. ഏറ്റവും അധികം ഇസ്തിആനത്ത് ബിൽ ജിന്ന് അല്ലെങ്കിൽ ഇസ്തിആനത്ത് ബിൽ ശൈത്വാന്, ഇതൊക്കെ ലോകത്ത് മൊത്തത്തിൽ മനുഷ്യന്മാർ അത് ഉപയോഗിക്കുന്നത് മിക്കവാറും ചികിത്സാ രംഗത്താണ്. റുഖിയയുമായി ബന്ധപ്പെട്ട് റുഖിയ ശിർക്കിയയുണ്ട്, റുഖിയ ശർഇയ്യയുണ്ട്. നമുക്കറിയാമല്ലോ, റുഖിയ ശിർക്കിയയിൽ പലപ്പോഴും ശൈത്വാനാണ് നിർദ്ദേശം നൽകുന്നത്. ശൈത്വാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചെയ്യുന്ന റാഖി, ഈ മന്ത്രിക്കുന്നവൻ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ പറയുന്ന വാക്ക് കേവലം ഭൗതികമായ ഒരു വാക്കായിരിക്കാം. മന്ത്രിക്കുന്നവൻ പറയുന്ന വാക്ക് ഒരു കേവലം ഭൗതികമായ വാക്കായിരിക്കാം. അവൻ നിർദ്ദേശിക്കുന്ന പ്രവർത്തനം കേവലം ഒരു ഭൗതികമായ പ്രവർത്തനമായിരിക്കാം. നമുക്കറിയാം, ചില സാഹിര്യങ്ങൾ, ചില സിദ്ധന്മാർ, ചില ജ്യോത്സ്യന്മാർ, അതേപോലെ തങ്ങന്മാർ, ബീവിമാർ, ഹോജമാർ, ഇതൊക്കെയാണല്ലോ ആ രംഗത്തുള്ള ശിർക്കിന്റെ പ്രചാരകന്മാർ. ഇവരൊക്കെ പലപ്പോഴും നിർദ്ദേശിക്കുന്ന പല പ്രവർത്തനങ്ങളും ഒരു പക്ഷെ തീർത്തും ഭൗതികമായ ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ അനുവദനീയമായ ഒരു കാര്യമായിരിക്കാം. ബേസിക് നോക്കുമ്പോൾ ഇസ്ലാം ഏതൊരു കാര്യം പറഞ്ഞോളുന്നില്ല. നമുക്ക് ചില തങ്ങന്മാര് 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതാൻ പറയും. ഖുർആന്റെ സൂറത്താണ് അവൻ ഓതാൻ പറയുന്നു. ഈ രീതികളൊക്കെയും രണ്ട് രൂപത്തിൽ വരാം. ഒന്ന് ശർഇയ്യായ മന്ത്രത്തിലൂടെ, മറ്റൊരു ശിർക്കായ മന്ത്രത്തിലൂടെ. ശർഇയ്യായ മന്ത്രം, റുഖിയ ശർഇയ്യ, അവിടെ ഏത് ഓതണം, എങ്ങനെ ഓതണം, എപ്പോൾ ഓതണം, എന്തിനോതണം, അത് പ്രമാണത്തിന് കിട്ടണം. അത് നമുക്ക് ചെയ്യാം. അതേസമയം ശിർക്കായ മന്ത്രത്തിൽ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണം, എല്ലാം നിർദ്ദേശിക്കുന്നത് ഈ ശിർക്കൻ മന്ത്രത്തിന് ഇവനെ സഹായിയായി വരുന്ന ശൈത്വാനാണ്. ഇവൻ പല പേരും വിളിച്ചു പറയും. ഈ പേര് നിർദ്ദേശിക്കുന്നതും ശൈത്വാനാണ്. ഇവൻ പല കോപ്രായങ്ങളും കാണിക്കും, അത് ചെയ്യിപ്പിക്കുന്നതും ശൈത്വാനാണ്. ചിലപ്പോൾ നമുക്കറിയാം, ചില സിദ്ധന്മാര് ഒരു വീടിന്റെ ഏതെങ്കിലും പടിഞ്ഞാറ് വശത്തുള്ള മരം മുറിച്ചു കളയാൻ പറയും. എന്താ ഇപ്പൊ ചെയ്ത പണി? ഭൗതികമായ പണിയുള്ളൂ. എന്നാൽ ഇതും ശിർക്കാണ് എന്ന് നമ്മൾ പറയും. ഇതും ശിർക്ക, ആ മരം വെട്ടിലും ശിർക്ക. എന്തുകൊണ്ട്? ഇതിനകത്തൊരു പൈശാചികമായ ബന്ധമാണ്. അവിടെ കൽബിയായ തഅല്ലുഖ് വരുന്നുണ്ട്, ഒരു റജാ വരുന്നുണ്ട്, ഒരു ഖൗഫ് വരുന്നുണ്ട്, ഒരു മഹബത്ത് വരുന്നുണ്ട്, ഒരു ഖുദൂഉ വരുന്നുണ്ട്. ഇതെല്ലാം ശൈത്താനുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അപ്പോഴാണ് റുഖിയ ശിർക്കിയ ഫലവത്താകുന്നത്. റുഖിയ ശർഇയ്യ കൊണ്ട് രോഗം മാറുന്നത് പോലെ റുഖിയ ശിർക്കിയ കൊണ്ട് പല സ്ഥലത്തും രോഗത്തിന് ആശ്വാസമുണ്ടായത് പലരും അനുഭവം പറയുന്നു. എങ്ങനെ മാറി? അവിടെ പൈശാചിക ഉപദ്രവമാണ്, പൈശാചിക സഹായമാണ്. ഈ സഹായം കിട്ടാൻ, ഈ സഹായം തരാൻ ശൈത്താൻ നിർദ്ദേശിക്കുന്ന പല വഴികളുണ്ട്. അതുകൊണ്ട് ഇസ്തിആനത്ത് എന്നുള്ളത് സാധാരണഗതിയിൽ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്നത് ഈ ഇലാജുമായി ബന്ധപ്പെട്ടിടത്താണ്. അവിടെയാണ് കാഫിർ ജിന്നെയും മുസ്ലിം ജിന്നെയും വേർതിരിക്കേണ്ടി വരുന്നത്. അല്ല പൊത്തത്തില് ഇസ്തിആനത്ത് ബിൽ ജിന്നെ ഹുക്ം പറയുമ്പോഴല്ല. ഇസ്തിആനത്ത് ബിൽ ജിന്നെ ഹുക്ം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്ക് എല്ലാവരും പറയും ശിർക്ക് തന്നെ, സംശയമൊന്നുമില്ല. ഇസ്തിആനത്ത് ബിൽ ജിന്നെ ഹുക്ം എന്ത്? ശിർക്കന്നെ. നീ ശിർക്കല്ലാത്ത വല്ല വശങ്ങളുണ്ടോ? ഉണ്ടാകും. അവിടെയാണ് സബബും അതിനപ്പുറമുള്ളും പറയേണ്ടി വന്നത്. ശിർക്കല്ലാത്തത് അവിടെയാണ് കാര്യകാലത്തിന് ഉള്ളിലുള്ളത് എന്ന അർത്ഥത്തിൽ ആ ദുആയുടെ പരിധിയിലേക്ക് വരാത്തത്. സാധാരണഗതിയിലോ ഇവരുള്ളതെല്ലാം ദുആയുടെ പരിധിയിലേക്ക് വരുന്നു. ഇസ്തിആനത്ത് അതിനാ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരാൾ വെറുതെ പൊഴി മുങ്ങുമ്പോ ജിന്നുണ്ടാവും സങ്കല്പിച്ച് വിളിക്കുക, അത് കേവലം സങ്കല്പം മാത്ര. ഒരു സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടിയും അവിടെ നൽകിയത്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി നൽകിയത്. അതിനാ ചൂണ്ടിലുള്ള ഉദാഹരണം പറഞ്ഞത്. അതെല്ലാം കേവലം സങ്കല്പിച്ചുണ്ടാക്കി ഉത്തരം മുട്ടിക്കാൻ വേണ്ടി മാത്രം ചില മനുഷ്യന്മാർ ചോദിച്ച സാങ്കല്പിക ചോദ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി ആ നിൽക്കുള്ള മറുപടിയും പറഞ്ഞു. ഇതിവിടെ നാട്ടിൽ നടപ്പുള്ള ഒരു യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഖുർആൻ ഉപയോഗിച്ച് അതേപോലെ അതും കേവലം സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അത് ആ നാട്ടിൽ നടപ്പുള്ള ഒരു രീതിയുമായി ബന്ധപ്പെട്ട് അവരുടെ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഖുർആൻ അവിടെ ഇടപെട്ട് സംസാരിച്ചത്. അവിടെയാണ് ശിർക്കിന് അംശമായി പരിചയപ്പെടുത്തിയത്. എന്ന പോലെ ഇലാജ് വിഷയത്തിൽ രണ്ട് രൂപമുണ്ട്. ഇലാജ് എന്ന ചികിത്സ. ചികിത്സാ രംഗത്ത് രണ്ട് രീതിയുണ്ട്. ഒന്ന് റുഖിയ ശർഇയ്യയുണ്ട്, ഒന്ന് റുഖിയ ശിർക്കിയയുണ്ട്. റുഖിയ ശിർക്കിയ 100% ശൈത്താനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ തലത്തിൽ ഇലാജിന്റെ തലത്തിൽ അവനോടുള്ള ഏത് ചോദ്യവും ശിർക്കായി മാറുന്നു. അതുകൊണ്ടാണ് മറഞ്ഞു നിൽക്കുന്ന സിഹർ കാണിച്ചല്ലോ ചോദിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞത്. എവിടെയും കുഴിച്ചിട്ട് തകിട് അത് കാണിച്ചത് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞത്. കാരണം എന്താ? അവിടെ എല്ലാം ശൈത്താനെയാണ് ഉപയോഗിക്കുന്നത്.
കാഫിറായ ശൈത്താനെയാണ് ഉപയോഗിക്കുന്നത്. അവരുമായുള്ള ബന്ധങ്ങളെല്ലാം ശിർക്കുമായി ബന്ധപ്പെട്ടതാ. ഏതുപോലെ മരിച്ചുപോയ മുഹ്യിദ്ദീൻ ശൈഖുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെല്ലാം ശിർക്കുമായി ബന്ധപ്പെട്ടതായി നമ്മൾ പരിചയപ്പെടുത്തി. നൂല് കിട്ടിയ ശിർക്ക് എന്ന് പറഞ്ഞു, പെട്ടിക്ക് പൈസ ഇട്ട ശിർക്ക് എന്ന് പറഞ്ഞു. എന്താ സംഗതി? പെട്ടിക്ക് പൈസ ഒരു ഭൗതികമായ കാര്യമല്ലേ? എന്നാ പള്ളിന്റെ പെട്ടിക്ക് പൈസ ഇട്ടാലോ? ചെയ്ത പണി കണ്ടു. ഒന്നാ പള്ളിയിൽ സംഭാവന പെട്ടി കണ്ടു, അതിലേക്ക് പണം എറിഞ്ഞു. പുറത്തിറങ്ങിയപ്പോ ജാറത്തിന് മുമ്പിൽ പെട്ടി കണ്ടു, അതിലേക്ക് പണം എറിഞ്ഞു. ഒന്ന് ശിർക്ക്, ഒന്ന് തൗഹീദ്. ചെയ്ത പണി എന്താ? രണ്ടും ഒന്നാ. രണ്ടും ഒരേ പണി ചെയ്ത്, ഒന്ന് തൗഹീദായി, ഒന്ന് ശിർക്കായി. കയ്യിൽ ഇവിടുന്ന് അങ്ങോട്ട് രക്തം സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ ഒരു നൂല് മുറുക്കിക്കെട്ടി ശിർക്കാണോ? അല്ല. സിദ്ധൻ കൊടുത്തൊരു നൂല് മുറുക്കിക്കെട്ടി ശിർക്കാണോ? ശിർക്കാണ്. ചെയ്ത പണി രണ്ടും ഒന്നാ. ഒരു പക്ഷെ ഒരേ നൂലായിരിക്കാം രണ്ടിടത്തും ഉപയോഗിച്ചത്, ഒറ്റ നൂലായിരിക്കാം ഒരു പക്ഷെ രണ്ടിനും ഉപയോഗിച്ചത്. എന്നാൽ ആദ്യം ഉപയോഗിച്ചപ്പോൾ ശിർക്കല്ല, രണ്ടാം ഉപയോഗിച്ചപ്പോൾ ശിർക്കായി. അവിടെയാണ് ആലു ശൈഖ് ഈ വ്യത്യാസം പറഞ്ഞത്. അല്ലാതെ ഇസ്തിആനത്തുൽ ബിൽ ജിന്നിനെ മൊത്തം ഹുക്ം പറഞ്ഞപ്പോ കാഫിറാണെങ്കിൽ ശിർക്ക്, മുസ്ലിം ആണെങ്കിൽ വസിയത്തു ശിർക്ക് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമിനോട് ചെയ്യുമ്പോൾ ശിർക്കായതേതോ അത് കാഫിറിനോടും ശിർക്ക് തന്നെ. മുസ്ലിം ജിന്നോട് ചെയ്യുമ്പോൾ ശിർക്കായതേതോ അത് കാഫിറിനോട് ചെയ്താൽ ശിർക്ക് തന്നെ. മുസ്ലിം ഇൻസിനോട് ചെയ്താൽ ശിർക്കായതേതോ അത് കാഫിറ ഇൻസിനോട് ചെയ്താൽ ശിർക്ക് തന്നെ. ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് മുസ്ലിം കാഫിർ വ്യത്യാസമല്ല അവിടെ ഉള്ളത്. എന്നാൽ ഇത് ഇലാജിന്റെ വിഷയമാണ്, ഇത് ചികിത്സാ വിഷയമാണ്. നാട്ടിൽ നടപ്പുള്ള ഒരു സമ്പ്രദായമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സമ്പ്രദായത്തിൽ പൈശാചികമായ ഉപദ്രവം കൊണ്ടോ പൈശാചികമായ സഹായം കൊണ്ടോ ആ സഹായം ഉപയോഗപ്പെടുത്തിയിട്ടോ ചെയ്യുന്നതാണ് റുഖിയ ശിർക്കിയ. ആ റുഖിയ തന്നെ ശിർക്ക, ആ റുഖിയ തന്നെ ശിർക്ക. അതുകൊണ്ട് അതിന്റെ കീഴിൽ വരുന്ന എല്ലാം ശിർക്ക് തന്നെ. അതിന്റെ കീഴിൽ വരുന്ന എല്ലാ മഹബത്തും ശിർക്ക്, തഅലീമും ശിർക്ക്, ഖൗഫും ശിർക്ക്, അതേപോലെ ഖുദൂഉം ശിർക്ക്, എല്ലാം ശിർക്ക്. അവിടെ ശിർക്കല്ലാത്ത വേറൊന്നില്ല, അവിടെ ശിർക്കല്ലാത്ത വേറൊന്നില്ല. എന്നാൽ മുസ്ലിം ജിന്നിന്റെ വിഷയത്തിലോ, മുസ്ലിം ജിന്നിന്റെ വിഷയത്തിൽ വ്യത്യാസം പറയണം. അതാണ് ശൈഖ് പറഞ്ഞത്. ശിർക്കായ ചോദ്യമാണോ? ശിർക്ക് തന്നെ. ഷിർക്കായ ചോദ്യം മുസ്ലിം ജിന്നോടാ ഷിർക്ക് തന്നെ. ഷിർക്ക് അല്ലാത്തൊരു ചോദ്യം മുസ്ലിം ജിന്നോടാണോ? അത് വസിയത്തു ഷിർക്കാണ്, അത് വസിയത്തു ഷിർക്കാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. എങ്ങനെ? ഇവൻ മുസ്ലിം ജിന്നാണോ? അല്ല, ഇവൻ അറിയില്ല. ഞാനൊരു മുസ്ലിമായ ജിന്നാണെന്നോ അവൻ പറഞ്ഞാലും വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കേവല വിളി പോലും ഒരു പക്ഷേ ശൈത്വാൻ ഉപയോഗപ്പെടുത്താം. മലക്കിനെ വിളിച്ചവർക്ക് ശൈത്വാനാണോ പ്രത്യക്ഷപ്പെടുക? മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മലക്കുകളെയും അവർ ആരാധിച്ചവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. കാരണം എന്താ? മലക്കേന്ന് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. കാരണം ശൈത്താൻ നോക്കിയെടുക്കുക അല്ലല്ലാത്തതൊന്ന് വിളിച്ചു കിട്ടുമോ നോക്കിയിട്ട്. റബ്ബല്ലാത്തവരോടുള്ള ഒരു വിളി ഇവന്റെ വായിന്ന് വീണ് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് മലക്കേന്ന് വിളിച്ചപ്പോ ശൈത്താൻ ഓടിയെത്തി, അവൻ സഹായം ചെയ്തു. ഇവൻ വിശ്വസിച്ചെന്ത്? മലക്കാണ് സഹായിച്ചത്. വാൻ ശിർക്കിൽ പോയി ചാടും അടുത്ത ഭാവിയിൽ. അവിടെയാണ് വസിയത്തു ശിർക്ക് വന്നത്. അവിടെയാണ് മുസ്ലിം ജിന്നിൽ വസിയത്തു ശിർക്ക് വന്നത്. മുസ്ലിം ജിന്നിന് കേവല വിളിയാണോ? ഇലാജുമല്ല, ഒന്നുമല്ല, കേവലം ഒരു വിളി. അഭൗതികമായ മാർഗവുമില്ല, കാര്യകാലത്തിന് അപ്പുറവുമില്ല, അദൃശ്യമായ അങ്ങനത്തെ ഒരു കഴിവും വകവെച്ചു കൊടുക്കുന്നില്ല. നേക്ക് നേരെ കേവലം ഇവിടെ ഒരു മുസ്ലിം ജിന്നുണ്ടെങ്കിൽ ഓൻ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമായ ജിന്നെ ഉദ്ദേശിച്ച് വെറുതൊരു കേവല വിളി വിളിച്ചാലോ അതും ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അത് ഉപയോഗപ്പെടുത്താൻ അവിടെ മറ്റോ കാത്തിക്കുന്നുണ്ട്. ഈ വിളി ദുരുപയോഗം ചെയ്യാൻ ശൈത്വാൻ കാത്തിക്കുന്നുണ്ട്. അവിടെയാണ് ആലു ശൈഖ് രണ്ടും വേർതിരിച്ചത്. അതാ ഇലാജിന്റെ വിഷയം. ഇവരോട് ചോദിച്ചല്ലോ, കുന്നാ നർഖി ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. റസൂൽ എന്താ പറഞ്ഞത്? അഅ്രിദു അലയ്യ റുഖാക്കും, നിങ്ങളെ മന്ത്രം നിങ്ങൾ എനിക്കൊന്ന് പ്രദർശിപ്പിച്ചു തരൂ. ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർക, ശിർക്കില്ലാത്തതാണോ മന്ത്രത്തിന് കുഴപ്പമില്ല. അപ്പൊ ജാഹിലിയ കാലത്തെ മന്ത്രമേതാ? ശിർക്കുമായി ബന്ധപ്പെട്ട മന്ത്ര. അതുകൊണ്ട് നബി പ്രത്യേകം പറഞ്ഞു കാണിച്ചു തരൂ. കാണിച്ചു കൊടുത്തപ്പോ അത് കുഴപ്പമില്ല, ചെയ്തോ, അത് കുഴപ്പമാണ്, ചെയ്യണ്ട എന്ന് പറയും. അവിടെയാണ് ഇലാജ് വിഷയത്തിൽ ആലു ശൈഖ് രണ്ടും പറഞ്ഞത്. എന്നാൽ ഹുക്മ പറയുന്നിടത്തോ ഇസ്തിആനത്തു ബിൽ ജിന്ന് മുത്ലഖൻ, അതിന്റെ വിധി എന്ത്? നിരുപാധികം ഒരു ജിന്നോട് ചോദ്യം, അതിന്റെ വിധി എന്ത്? അത് ആലു ശൈഖ് തന്നെ പറഞ്ഞു. ആലു ശൈഖ് തന്നെ പറഞ്ഞു, അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത് ഇസ്തിആനത്തു ബിൽ ജിന്നിൽ കാഫിർ ശൈത്വാൻ അംബിൽ ജിന്നിൽ മുസ്ലിമി. മുസ്ലിം ജിന്നാവട്ടെ കാഫിർ ജിന്നാവട്ടെ അവരുടെ ഇസ്തിആത്ത് ഹറാം തന്നെ എന്ന് രണ്ടും വേർതിരിച്ചു. എന്തുകൊണ്ട് ഹറാമായി, എവിടെ വഴി മാറുന്നത്? രണ്ടും വേർതിരിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ പൊതുവായ തത്വം പറയുമ്പോൾ, പൊതുവായ ഹുക്മ പറയുമ്പോൾ അവിടെ ശിർക്കായതും ശിർക്കല്ലാത്തതും
അത് വേർതിരിക്കുന്ന ഘടകം മുസ്ലിമോ കാഫിറോ എന്നതല്ല. മുസ്ലിമോ കാഫിറോ എന്നതല്ല. ഈ തിരിച്ച് നമ്മൾ ആലോചിക്കുക. ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ഹുക്കം എന്താ? നമ്മളൊക്കെ പറയും ജായിസാണ്, അനുവദനീയമാണ്. എന്നാൽ സിദ്ധന്റെ പിന്നാലെ പോണതോ എല്ലാം ശിർക്ക് തന്നെയാണ്, എല്ലാം ശിർക്ക് തന്നെ. എന്താ സിദ്ധന്? മനുഷ്യനല്ലേ, മനുഷ്യനാണ്. ഒരുത്തൻ ചോദിക്കാം, മനുഷ്യന് സിദ്ധനാണെങ്കിൽ ശിർക്ക്, സിദ്ധനല്ലെങ്കിൽ ശിർക്ക് എന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? അത് സിസ്റ്റമാണ്, അതൊരു സിസ്റ്റമാണ്. അടുത്ത വീട്ടിൽ പോയി ഹാജിയരെ ഞാൻ കടത്തിലാണ്, സഹായിക്കണം, ശിർക്കാണോ? അല്ല. ഈ ആവശ്യമായി തങ്ങളെടുത്ത് പോയി തങ്ങളെ ഞാൻ വലിയ ബുദ്ധിമുട്ടാ, സഹായിക്കണം, ശിർക്കാണോ? ശിർക്കാണ്. എന്തുകൊണ്ട്? ഇവന്റെ വിശ്വാസം തങ്ങള് പെട്ടിന് പണമെടുത്ത് തരും എന്നല്ല. തങ്ങൾ തടവിയാ മതി, ഒന്ന് നോക്കിയാ മതി, ഒന്ന് ഊതിയാ മതി, ഒരു വാക്ക് മൊഴിഞ്ഞാ മതി, അതോടുകൂടി എന്റെ പ്രശ്നം തീരും അവന്റെ വിശ്വാസം. അതുകൊണ്ട് ഇതേ ആവശ്യമായി അടുത്ത വീട്ടിൽ പോയാൽ ശിർക്കല്ലാത്തത് ഇപ്പുറത്തെ വീട്ടിലുള്ള സിദ്ധനെ പോയി കണ്ടാൽ ശിർക്കായി മാറി. അത് നാട്ടിൽ നടപ്പുള്ള സമ്പ്രദായമാണ്, നാട്ടിലെ സിസ്റ്റമാണ്. ആ സിസ്റ്റം പറയുന്നിടത്ത് ഈ വേർതിരിവ് പറയും. എന്ന പോലെ ഇലാജ്, ചികിത്സ, മന്ത്രം, റുഖിയ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ രണ്ടുണ്ട്. റുഖിയ ശർഇയ്യയുണ്ട്, റുഖിയ ശിർകിയ്യയുണ്ട്. റുഖിയ ശിർകിയ്യയുമായി ബന്ധപ്പെട്ടിടത്താണ് ഇസ്തിആനത്തും ബിൽ കാഫിർ ശൈത്താൻ വരുന്നത്. ശൈത്താൻ, കാഫിറായ ശൈത്താനുള്ള ഇസ്തിആനത്ത്, അതെല്ലാം ശിർക്ക് ഒറ്റ വാക്കിൽ പറയും. സിദ്ധം കൊടുത്ത നൂലിട്ടാലും ശിർക്ക്, സിദ്ധം കൊടുത്ത വെള്ളം കുടിച്ചാലും ശിർക്ക്, സിദ്ധം പറഞ്ഞ ഒരു സാധനം പോക്കറ്റിൽ നടന്നാൽ അതും ശിർക്ക്, സിദ്ധന്റെ വാക്ക് വിശ്വസിച്ചാൽ അതും ശിർക്ക്, സിദ്ധൻ നോക്കിയാൽ മതി വിചാരിച്ചാൽ അതും ശിർക്ക്, സിദ്ധന്റെ വാക്ക് കിട്ടിയാൽ മതി ധരിച്ചാൽ അതും ശിർക്ക്. കാരണം എന്താ? അത് സിസ്റ്റമാണ്. മറ്റതോ? മറ്റതല്ല. അവിടെയാണ് ആലു ശൈഖ് തംഹീദിൽ ഇത് രണ്ടും വേർതിരിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അധ്യായം ഫുള്ള് വായിച്ചാൽ, ആ ഭാഗം ഫുള്ള് വായിച്ചാൽ എവിടെയാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, ഏത് സമയത്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും. ഇതിൽ സാലിഷ്യം തർക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. തർക്കിക്കേണ്ട കാര്യമുള്ള വിഷയവുമല്ല, തർക്കിക്കേണ്ട വിഷയമില്ല. അവിടെയാണ് ആലു ശൈഖ് പറഞ്ഞത്. അതുകൊണ്ട് ഗണ്ണിക്കാൻ വേണ്ടി ഗണ്ണിക്കണമെന്നില്ല, ഗണ്ണനമുണ്ടെങ്കിൽ ഗണ്ണിക്കാതിരിക്കും വേണ്ട. അപ്പൊ അവിടെയാണ് ആലു ശൈഖ് രണ്ടും വേർതിരിച്ചത്. പൊതു ഹുക്മ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞെന്താ? നേരത്തെ വായിച്ചതുപോലെ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയാകുന്നതുണ്ട് എന്ന് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞു. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആലിമീങ്ങൾക്കിടയിൽ, ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ ഇഖ്തിലാഫില്ല. ആ ഇഖ്തിലാഫില്ലാത്ത വിഷയത്തിലാണ് KJവിന്റെ പേരിൽ ഒരു പുതിയ തീരുമാനമായി സർക്കുലർ അടിച്ചുവിട്ടത്. അപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം ചോദ്യം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ ഈ വാദം അംഗീകരിച്ചതല്ല. ആലു ശൈഖ് പറഞ്ഞത് ശരിയല്ല, അവിടെ അല്ല പുറത്തു പോണത്. ആലു ശൈഖ് പറഞ്ഞത് ശരി തന്നെയാണ്. ആലു ശൈഖ് പറഞ്ഞ സന്ദർഭവും സാഹചര്യവും എല്ലാം എടുത്താൽ അവിടെ ശരി തന്നെയാണ്. അവിടെയാണ് മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിച്ചത്. പൊതുവായ തത്വം മുത്ലഖായി ഇസ്തിആനത്തും ബിൽ ജിന്ന് പറയുമ്പോൾ അവിടെ പണ്ഡിതന്മാർക്ക് സ്വീകരിച്ചെന്താ? മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ, ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട് എന്നാണ് മൊത്തത്തിൽ പണ്ഡിതന്മാരുടെ തീരുമാനം. അതിൽ എതിരഭിപ്രായം പറഞ്ഞ ഒരു ആലിമുമില്ല എന്നാണ് നമ്മോട് മറ്റു പല പണ്ഡിത സഭകളും നമ്മെ പഠിപ്പിച്ചത്. ഇസ്ലാമി അയച്ച കത്തിലും അതാണ് പഠിപ്പിച്ചത്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലിർ റാജിഹി വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി. ഈ വിഷയത്തിൽ, ഈ വാദത്തിൽ ഫൽ ഉലമാഉ മുത്തഫിഖൂൻ, ആലിമീങ്ങൾ ഇത്തിഫാഖാണ്, ആലിമീങ്ങൾ ഏകോപിച്ചവരാണ്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിനിടയിൽ, ഇൽമുള്ള ആളുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ടും കുവൈത്തിലെ ഹിയാവുൽ ഇസ്ലാമി നമ്മെ അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹനെ ഇങ്ങനെ സ്തുതിക്കേണ്ടത് എനിക്കൊരു പിടിയില്ല. അത്ര അധികം സന്തോഷകരമായ ഒരു സാഹചര്യം. ഇവിടെ എന്താ പറയുക, മുസ്ലിം പറഞ്ഞത് ഇലാജിന്റെ സമയത്തെ വിഷയമാണ് അല്ലേ? അതിനെ സംബന്ധിച്ചാണ് കാഫിർ ജിന്നായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ശിർക്കും മുസ്ലിം ജിന്ന വസീലത്ത് ശിർക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഇലാജിന്റെ സമയത്ത് കൊടുത്ത ഫത്വയാണ് എടുത്തുകൊണ്ടുവന്ന് ഇസ്തിആനത്തും ബിൽ ജിന്നിലേക്ക് ചേർത്ത് വെച്ചത്. തെളിഞ്ഞല്ലോ. ഫൈസൽ മുസ്ലിയാർ തൊള്ളോണ്ട് തന്നെ പറഞ്ഞല്ലോ, ഇസ്തിആനത്തും ബിൽ ജിന്നൊന്ന് വേറെ, ഇലാജിന്റെതൊന്ന് വേറെ.
രണ്ടും രണ്ടാക്കി അദ്ദേഹം വിശദീകരിച്ച് നിങ്ങൾ കേട്ടല്ലോ. എന്താ ഇവിടെ ചെയ്തത്? ഇസ്തിആനത്തും ബിൽ ജിന്ന് അഥവാ റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ, അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് എന്ന് വിശദീകരിച്ചത് ഒന്നും വേറെ. ഈ നമ്മുടെ തർക്കത്തിലുള്ള ഇസ്തിആനത്തും ബിൽ ജിൻ ഒന്ന് വേറെ തൊള്ളോണ്ടെന്നല്ല പറയിച്ച്. നിങ്ങൾ വിചാരിച്ച് ഞാനിങ്ങനെ ഇലാജ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ കൊത്താൻ തന്നെ പറഞ്ഞാണ്, നിങ്ങളിത് പറയാൻ തന്നെ പറഞ്ഞാണ്. നിങ്ങളല്ല, നിങ്ങൾക്കറിയോ ഈ കേരളത്തിൽ വഞ്ചന നടത്തിയ ഒരു മേഖലയാണത്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ എന്ന ആ തുണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എവിടെയാണ് കൊടുത്തത്? ഇതാ അന്തരീക്ഷത്തിൽ ഒരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് അവിടെ ജിന്നുണ്ടാവുന്ന വെച്ച് ഗായിബായ മറഞ്ഞ ജിന്നിനോട് തേടുന്ന ചേട്ടത്തിന് അതിന് തെളിവാക്കി രണ്ടും കൂട്ടിക്കൊഴിച്ചു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തൊള്ളോണ്ടെന്നത് ചാടി പുറത്ത് ചാടി. നിങ്ങൾ കണ്ടില്ലേ? നോക്കി എവിടാണ് ഇതില്ലാത്തത്? ഈ ഫത്വയിൽ ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഫത്വയിൽ ഒന്ന് നിങ്ങൾ കേട്ടോ, ഈ ആലു ശൈഖിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തത്? ഈ പറഞ്ഞ ഗായിബായിട്ടുള്ള ജിന്നിനോട് തേടുന്നത് വസീലത്ത് ശിർക്കാണ്, അത് പിന്നെ ഭൗതിക കാര്യങ്ങളിൽ വസീലത്ത് ശിർക്കാണെന്ന് പറയാൻ ഇലാജിന്റെ സമയത്തെ ഫത്വയെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനിയോ രണ്ടാമത്തെ നോക്കൂ, ഈ വിഷയത്തിൽ കൊടുത്തു നാസറുദ്ദീൻ അൽബാനിയുടെ ഫത്വ. എന്താ? കാനത്തിൽ ഇസ്തിആനത്തു അലാ അൻവാഇൻ എന്ന് പറഞ്ഞ അദ്ദേഹം വിശദീകരിക്കുന്ന ഇസ്തിആനത്തിന് പല 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 ഘട്ടങ്ങളുണ്ട്, പല ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. എവിടെ പറഞ്ഞത്? അതെവിടെ പറഞ്ഞത്? ഇലാജിന്റെ സമയത്ത്. ഇനിയോ ലജ്നത്തുൽ ദായിമയുടെ ഫത്വ. ഏതാ? ലാ യജൂസുൽ എന്ന് തുടങ്ങുന്ന ലജ്നത്തുൽ ദായിമയുടെ ഒരു ഫത്വ. കുറെ വായിക്കാനുണ്ട്. ഏതായാലും ഈ ഗ്രന്ഥത്തിൽ അത് കൊടുത്തത് മുഴുവൻ സഹോദരങ്ങളെ ഈ പറഞ്ഞ റാഖിയുടെ ചോദ്യത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് ഏത് സമയത്താണ് ഈ ഫത്വകളെ ദുരുപയോഗപ്പെടുത്തിയത്, ഈ ഫത്വകളെ മാറ്റിമറിച്ചത് ഏത് സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളക്കളി പൊളിഞ്ഞു. എന്റെ ഫൈസൽ മുസ്ലിയാരെ എന്താ ചെയ്യാ? നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാ? കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? തുറന്നു പറഞ്ഞില്ലേ? മനസ്സിലാക്കിക്കോ. ആരെങ്കിലും ഈ KJന്റെ വാക്ക് തെറ്റി ചോടിയിട്ടുണ്ടെങ്കിൽ, ഈ പഴച്ച സിദ്ധാന്തത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കേട്ടല്ലോ മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകിൻ. അത് ഇലാജിന്റെ സമയത്താ. കഴിഞ്ഞില്ലേ? ഇലാജിന്റെ സമയത്ത് റാഖിയുടെ ചോദ്യമായി ബന്ധപ്പെട്ട ഫത്വ മുറിച്ച് ഈ അദൃശ്യമായ നിലയ്ക്ക് ജിന്നിനോട് തേടുന്നതിലേക്ക് കട്ട് ചെയ്ത് കയറ്റി വെച്ച് വയൽ നടത്തിയ ആളാട്ടായി വന്നിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് കയറ്റി വയൽ